പട്ടം സൂപ്പറായിട്ട് തന്നെ പറക്കുന്നുണ്ട്. നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ച ഒരു കാര്യമാണ്. അതായത് പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമോ ബ്രോ, അതായത് പട്ടത്തിന് എങ്ങനെ ഉണ്ടാക്കാം, അതിലെങ്ങനെ നൂല് ഒരുക്കാം, എങ്ങനെ വാല് വയ്ക്കാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടി കലർന്ന ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോ പത്രം യൂസ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും ഒരു സാധാ ഒരു കവർ, അതായത് ഊണൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കവറില്ലേ, അത് യൂസ് ചെയ്താണ് നമ്മളിന്ന് പട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ആർക്കും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ അടിപൊളിയായിട്ട് തന്നെ ഒരു പട്ടം ഉണ്ടാക്കി നിങ്ങളുടെ പഴയ ഓർമ്മയൊക്കെ പുതുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരിതുപോലെ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഒരിത് തെറ്റിയാൽ മതി, പട്ടം നമുക്ക് ഇങ്ങനെ പമ്പരം പോലെ കിടന്ന് കറങ്ങും. ഓക്കെ, അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരു പട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞു വെറുതെ സമയങ്ങളെന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇതുപോലുള്ള 4 ഈർക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് 2 നമുക്ക് പച്ച ഈർക്കിലാണ് വേണ്ടത്. അതിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 4 ഇത് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഈ ഈർക്കിൽ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു കത്രികയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു നൂല്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് നൂല് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ അടുത്ത് ഒരെണ്ണമെങ്കിലും കാണാതിരിക്കില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു സെല്ലോ ടേപ്പ്. അപ്പോൾ ഇതിൻ്റെ വീതി കൂടിയതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു കവറാണ്. അപ്പോൾ ഈ കവർ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഊണൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഇട്ടിട്ടുണ്ടാകും ഇതുപോലുള്ള ഒരു കവർ. അല്ലെങ്കിൽ നമുക്ക് സാധാ ഒരു ക്യാരി ബാഗില്ലേ, അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതും ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല നൈസാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ, ചെറിയൊരു കാറ്റുണ്ടെങ്കിലും ഇത് അടിപൊളിയായിട്ട് പറക്കും. അപ്പോൾ ഇതിൻ്റെ 2 ആവശ്യമില്ല, 1 മതിയാകും. അപ്പോൾ ഒരു പീസ് മതി നമുക്ക്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഇതുപോലുള്ള ഒരു ഫിലിം പേപ്പറാണ്. അപ്പോൾ ഇത് നമുക്ക് പണ്ടൊക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേറൊരു ഇതെടുത്ത് ഇതിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അത് ഇതുപോലും ടൈം എടുക്കുമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആ പ്ലാസ്റ്റിക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇപ്പോൾ വെക്കുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെക്കുക. അതിനുശേഷം ഞാനിപ്പോൾ മടക്കുന്നത് പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മടക്കുക. അതായത് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് മടക്കുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല കൂർപ്പിച്ച് വയ്ക്കുക. അതായത് ഞാൻ കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. ആ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം താഴത്തെ ഈ പോർഷനും കറക്റ്റായിട്ട് ഈ ഒരു പോർഷനിലോട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ നമുക്ക് വെക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു അടിപൊളി പൊസിഷൻ കിട്ടും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കറക്റ്റിന് ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറത്തുന്ന നേരത്ത് അത് പട്ടം കിടന്ന് കറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ബാക്കിയുള്ളതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വളരെ പാടുള്ള പണിയൊന്നുമല്ല. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി അത് പറന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരു പ്രാവശ്യം പറത്തി അത് പറന്നില്ലെങ്കിൽ പിന്നെ അത് പരാജയപ്പെടരുത്, വീണ്ടും ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും അത് പറക്കും. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം പിടിച്ചു ഇത് കട്ട് ചെയ്യാനും, കാരണം പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ വെക്കുന്ന പോലെ ഇരിക്കുമല്ലോ, പേപ്പർ പോലെ അല്ല, ഇതുപോലെ പാടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സ്ക്വയറിലുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഈർക്കിലെടുത്ത് ഇതിൻ്റെ ടോപ്പ് ഭാഗം എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ അറ്റത്ത് കൊണ്ട് ഇങ്ങനെ വയ്ക്കരുത്, അതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത ബോട്ടം ഇതേ രീതിയിൽ തന്നെ എൻഡിൽ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് അത് മുറിച്ച് മാറ്റുക. അപ്പോൾ നമ്മളങ്ങനെ വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അളവെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ഈർക്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തത് എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ താഴോട്ട് വെച്ച് ഈ മുകളിലെ ഈ ഒരു പോർഷനും കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് അമ്പം വില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നേരെ ഇരിക്കുന്ന കോലാണ്. അപ്പോൾ ഇത് ചുറ്റുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സൈഡ് കട്ടിയാണെങ്കിൽ, അതായത് ഒരു ഈർക്കലിൻ്റെ സൈഡ് കട്ടിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കട്ടിയും ഒരു ചെറുതും അങ്ങനെ വെച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും കറക്റ്റാണോ എന്ന് നിങ്ങൾ നോക്കുക. അത് നോക്കി ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ നൂല് ചുറ്റുക.
അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റിന് തന്നെ വന്നിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും എന്നൊരു രീതി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു നൂലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പട്ട് നൂലുണ്ടെങ്കിൽ അത് എടുക്കാം. അതാണ് ഇതുപോലും കട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് നല്ല നൈസായിരിക്കും ഈ ഒരു പട്ടം എന്ന് പറയുന്നത്. കാരണം ചെറിയൊരു കാറ്റ് മതി, ഇത് അടിപൊളിയായിട്ട് പറക്കും. അപ്പോൾ ഈ ചുറ്റേണ്ട രീതി ഇങ്ങനെയാണ്. ആദ്യം ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ലോക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ ഇടയിൽ കയറ്റുമ്പോൾ തന്നെ ഒരു ലോക്കായി എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അത് വിട്ടൊന്നും പോരില്ല. ഇനി ചെയ്യേണ്ടത് നൂലിങ്ങനെ പിടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല അടിപൊളിയായിട്ട് വരുന്നത്. അപ്പോൾ ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണ്, നമുക്ക് ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പൊളിച്ചെങ്കിൽ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ അറ്റം വരെ എത്തി. അപ്പോൾ നമ്മളിപ്പോൾ അറ്റം എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഇത് നേരത്തെ ചെയ്തതുപോലെ ലോക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫോക്കസിങ് ഒരു ഇഷ്യൂ ഉണ്ട്. ചുറ്റി അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതോടെ പണി തീരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റുമ്പോൾ നമ്മുടെ വില്ല് ഇവിടെ റെഡിയായി. വില്ലോ ആണോ അമ്പാണോ ഒന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ ഇതിപ്പോൾ നേരെ വെക്കാനുള്ള ഒരു കോല് റെഡിയായി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഒരു ഈർക്കിലെടുത്തതിന് ശേഷം അടുത്ത കോർണറിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ വളച്ചു പിടിക്കുക. അപ്പോൾ കറക്റ്റ് അളവിന് തന്നെ. അപ്പോൾ ഞാൻ വൈറ്റ് കവർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു മുക്കുന്നെടുത്തതിന് ശേഷം ആ ഒരു എൻഡ് എനിക്ക് പോലും കാണില്ല. ഇങ്ങനത്തെ ഒരു അളവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബെൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അളവ് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്ത് തന്നെ കട്ട് ചെയ്താൽ മതി. ഇതിന് അങ്ങനെ കറക്റ്റ് ഡിഗ്രിയോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് അടുത്ത ഒരു ഈർക്കിലെടുക്കുക. അതും ഇതുപോലെ തന്നെ കറക്റ്റ് അളവിനൊന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഹാർഡ് വർക്ക് ഇവിടെ പൂർത്തിയാവുന്നു. പക്ഷെ പറത്താനുള്ള ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് കറക്റ്റിനുള്ള കാറ്റ് വേണം. ഇനി നമ്മൾ നേരത്തെ ചുറ്റിയതുപോലെ ഇതൊന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം അപ്പോൾ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് അറ്റത്ത് എത്തിയിട്ട് പൊട്ടിക്കരുത്. ഞാൻ കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ഒരു ലോക്ക് ഇടുക. നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ ഒരു ലോക്ക് ഇതിൻ്റെ അകത്ത് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ചു പിടിച്ച് ഇവിടെ നിങ്ങൾ ഒന്നിൽ ചവിട്ടി പിടിക്കുക, അല്ലെങ്കിൽ ഇവിടെ വേറൊരു അനിയനെ വിളിച്ച് ജസ്റ്റ് ഒന്ന് സഹായത്തിന് വിളിച്ചാൽ മതി, അവൻ ചെയ്തു തരും. അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു കാല് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഈ ഒരു എൻഡിൽ ചവിട്ടി പിടിക്കുന്നു. ഇത് വിട്ടു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അനിയനോ ചേട്ടനോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നിർത്തിയാൽ കൊള്ളാം. അതിനുശേഷം നൂല് കുറച്ച് ലൂസ് ചെയ്യുക. നൂല് ലൂസ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ ഇത് അളവിന് വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിയാൽ മതി, കറക്റ്റിന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളിപ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ലോക്ക് ചെയ്യുന്നതോടുകൂടി 50 മില്ലിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒട്ടിക്കേണ്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നു. അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ എന്തായാലും പെട്ടെന്ന് ഒരു ഫാസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വെക്കുന്ന ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലോ കുറവോ, അതായത് നമ്മുടെ ഈർക്കിൽ പുറത്തായിട്ട് നിൽക്കുന്നോ, എനിക്കിപ്പോൾ പുറത്തായിട്ട് നിൽക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫീൽ ചെയ്യുന്നോ അതോ പുറത്തുണ്ടോ ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ പുറത്ത് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് ഈ ഒരു സൈഡിൽ ഒരു നൂല് 2 കറക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് അളവിന് കിട്ടും. അപ്പോൾ കറക്റ്റ് അളവിന് കിട്ടിയതിന് ശേഷം, അതായത് നമ്മളിപ്പോൾ എനിക്കിപ്പോൾ 2 മതി, കൂടുതലൊന്നും ഊരണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കണം. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ച് വയ്ക്ക്. ഓ ഷിറ്റ്, ഓടിഞ്ഞു പോയി. അപ്പോൾ ആദ്യത്തെ ഒടിഞ്ഞു പോയാൽ അങ്ങനെ ഞാനിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കി. അപ്പോൾ ഇത് ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടും, ഇവിടെ ഒരു വളവ് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ വെച്ചത്. നല്ല വളയ്ക്കരുത്, എങ്കിൽ നേരത്തെ ഉണ്ടാക്കിയതുപോലെ ഒടിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി നിന്ന് പുറത്തോട്ട് നമ്മളിപ്പോൾ, അതായത് നൂല് അടിയിൽ പോവും, ഈ ഇറുക്കിൽ അടിയിൽ കൂടി അപ്പുറത്ത് പോവും. അങ്ങനത്തെ രീതി വെച്ച് ഇങ്ങനെ വയ്ക്കുക. കറക്റ്റിന് തന്നെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഒട്ടിച്ചെടുക്കുക. ഇവിടെ ഒട്ടിക്കുക, ഇവിടെ ഒട്ടിക്കുക, ഇവിടെ ഒട്ടിക്കുക, ഇവിടെ ഒട്ടിക്കുക, ഇവിടെ ഒന്ന് ഒട്ടിക്കണം, അവിടെ ഒന്ന് ഒട്ടിക്കണം. ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ പട്ടം മൊത്തത്തിൽ അടിപൊളിയായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ഫിലിം പേപ്പർ എടുക്കുക. അപ്പോൾ ഇത് എല്ലാവരുടെ കയ്യിലുണ്ടോയെന്നോ അറിയില്ല. അപ്പോൾ എന്തായാലും ഇത് എടുത്തതിന് ശേഷം ഒരളവ് എടുക്കുക. നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത് ചെവി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെവി നമ്മളിപ്പോൾ ഏകദേശം ഒരു നമ്മുടെ കൈയുടെ വലിപ്പം, അപ്പോൾ ഒരു ഇതിൻ്റെ വലിപ്പത്തിലാണ് എടുക്കുന്നതെങ്കിൽ അതേ സെയിം തന്നെ അപ്പുറത്തും എടുക്കുക. അപ്പോൾ ഇതാ ഒരു പീസ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സൈസിൽ തന്നെ ഇനി അടുത്ത ചെവിയും കൂടി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അളവ്. അപ്പോൾ എന്തായാലും ആ ഒരു അളവിൽ തന്നെ അടുത്തതും മുറിച്ചെടുക്കുക. ഇനി ഇത് ഒട്ടിക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഒട്ടിക്കാൻ വളരെ പാടൊന്നുമല്ല, നമുക്ക് സെല്ലോ ടേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് വെക്കേണ്ട രീതി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് വെക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുക. ആദ്യം നമ്മൾ ഇതിൽ ഇങ്ങനെയല്ല ചെവി വയ്ക്കുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റം എടുക്കുക, അത് ഇതിലോട്ട് ഒന്ന് പിടിപ്പിക്കുക. അതിന് ശേഷം ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്, മുകളിൽ നിന്ന് താഴോട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, രണ്ട് ചെവിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വാലാണ് വെക്കേണ്ടത്. വാല് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുത് വയ്ക്കാം, ചെറുത് വേണമെങ്കിൽ ചെറുത് വയ്ക്കാം, അത് നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു കുറച്ചിപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ബാക്കിയുള്ളതും എടുക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പോൾ എടുത്ത് പൊട്ടിക്കുക. അതിനുശേഷം ഇതേ അളവിൽ അടുത്തതും കൂടെ എടുക്കുക. അപ്പോൾ 1-2 വാലുണ്ടെങ്കിലല്ലേ കാണാൻ നല്ല ഭംഗിയുള്ളൂ. അപ്പോൾ എന്തായാലും അതേ രൂപത്തിൽ തന്നെ എടുക്കട്ടെ. ബാക്കിയുള്ളത് 4, അങ്ങനെ 4 വാലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കെട്ടിടാം. നമ്മൾ ഫിലിം പേപ്പർ ആയതുകൊണ്ട് തന്നെ ഊരിപ്പോരും. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു കെട്ടിടുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. കാരണം ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാറ്റിൻ്റെ പ്രശ്നത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലായി. ഇനി ചെയ്യേണ്ടത് ആ കെട്ടിൻ്റെ ആ ഒരു പോർഷൻ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ മുകളിലുള്ള ഈ ഫിലിം പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പട്ടം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കിടുകാച്ചി പട്ടം റെഡി ആയിരിക്കുകയാണ്. ഞാൻ പറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതിൽ മെയിനായിട്ടുള്ളത് നൂല് കൊരിക്കലാണ്. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കാണുക. കാരണം ബാക്കിയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം പട്ടം കറക്റ്റിന് പറക്കില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു സൂചിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഇറുക്കിലോ എടുക്കുക. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചിലതിൽ ദ്വാരം വീഴും, ചിലതിൽ വീഴില്ല. അതിന് ശേഷം ഇങ്ങനെ വയ്ക്കുക. വെച്ച് ജസ്റ്റ് ഒരു ഹോള് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഞാനിപ്പോൾ ഇടുന്ന പോലെ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഹോള് വരില്ലെന്നാണ് വിചാരിച്ചത്, നോക്കിയപ്പോൾ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പുറത്തും കൂടി എടുക്കുക. അപ്പോൾ എടുത്തതിന് ശേഷം, അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യം ഈ സൈഡിൽ നിന്ന് പുറത്തു നിന്നാണ് നമ്മൾ എടുത്തത്, അകത്തു നിന്നല്ല. ഈ ഒരു സൈഡിൽ നിന്ന് അകത്ത് എടുത്ത് ഇപ്പുറത്തെ സൈഡ് കൂടി അകത്തോട്ട് പോകും. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അതിന് ശേഷം ഈ ഒരു പോർഷൻ നമുക്ക് താഴോട്ട് കൊണ്ടുവരണം. താഴോട്ട് കൊണ്ടുവന്ന് ഈ ഒരു പോർഷൻ എത്തുമ്പോൾ ഇവിടെ നിന്ന് കയറ്റി അപ്പുറത്തൂടെ ഇറക്കണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളങ്ങനെ ഇതുവഴി കയറ്റിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് കൂടി തന്നെ വീണ്ടും പുറത്തെടുക്കുക. അപ്പോൾ 4 സൈഡും വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നൂല് ഗ്യാപ്പിനെടുത്ത് ഒന്ന് പൊട്ടിക്കുക. പൊട്ടിച്ചതിന് ശേഷം ഇവിടെ ഒരു കെട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കെട്ടുമ്പോൾ നിങ്ങൾ ഒരു ടൈറ്റായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ 2-3 കെട്ടിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കെട്ടിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കിതാ ഇങ്ങനെ 2 നൂലും എടുത്ത് ചേർക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇനി ഈ നൂലിൻ്റെ ഈ ദ്വാരത്തിൻ്റെ പുറത്തുകൂടി ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. കാരണം എന്ന് പറയുന്നത് ഇത് ഊരിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അതായത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കീറി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ 2 ദ്വാരത്തിൽ നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതെന്തായാലും നല്ല ഫിറ്റായിട്ടിരുന്നോളും, ഒരു തരത്തിലോ ഊരി വരെയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇത് നമുക്ക് പറത്തി നോക്കാം.
അങ്ങനെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു നൂല്. അപ്പോൾ നൂല് നമ്മൾ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് നല്ലൊരു പൊസിഷൻ എന്ന്. അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് കെട്ടേണ്ടത്. അപ്പോൾ ഇതിപ്പം ഈ ഒരു പോർഷൻ കൊള്ളാൻ തോന്നുന്നു ഇങ്ങനെ. അപ്പോൾ എന്തായാലും ആ ഒരു പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കറക്കി ഒരു കെട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നൂല് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കിൾ പോലെ കാണാൻ പറ്റും. അപ്പോൾ ഈ സർക്കിളിലോട്ട് നമ്മൾ എത്രത്തോളം പറത്താൻ യൂസ് ചെയ്യുന്ന ആ നൂല് നമുക്ക് ഇതിലോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഓരോന്നായിട്ട് ഇതിൽ ഇങ്ങനെ കെട്ടി നമുക്ക് പറത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കെട്ടുക, മൊത്തത്തിൽ ഒന്ന് കെട്ടി കൊടുക്കുക. ഒരു 4-5 കെട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക, എങ്കിലേ ഇത് പൊട്ടി പോകാതിരിക്കുള്ളൂ. അപ്പോൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കാറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയൊക്കെ ഒന്ന് തീരട്ടെ, അതിനുശേഷം ഇത് എങ്ങനെ പറക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറിലും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അത് ഞാൻ ഉണ്ടാക്കാൻ എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇതേ സെയിമിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പട്ടം പറത്താൻ വേണ്ടി കൂടെ അനിയനുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അവനെ പിടിക്കാൻ പറയുക. അതിനുശേഷം നിങ്ങൾ നൂല് പിടിക്കുക, എന്നിട്ട് കാറ്റ് വരുമ്പോൾ വിടാൻ പറയണം. വിട്. അപ്പോൾ അതാ കാണാൻ കഴിയുന്നില്ല, അടിപൊളിയായിട്ട് തന്നെ പട്ടം പറക്കുന്നുണ്ട്. അതാ ഇപ്പോൾ നമ്മൾ നൂല് ലൂസ് ചെയ്താൽ പട്ടം സൂപ്പറായിട്ട് തന്നെ പറക്കുന്നുണ്ട്. നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതോ പറന്ന ആകാശത്തെത്തിയായി. വളരെ സിമ്പിൾ തന്നെയാണ്, അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പട്ടം പറന്നിട്ടുണ്ട്. സാധ്യത ഇതൊന്ന് പിടി, ഞാൻ വീഡിയോ എടുക്കും. നൂല് ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അവൻ ഇപ്പോൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പിന്നെ പട്ടം പൊങ്ങാനായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇതാ പട്ടം ഇവിടെ കാണാൻ കഴിയും, അടിപൊളിയായിട്ട് തന്നെ പറന്നിട്ടുണ്ട്. ഇതാ അത് പറത്തുനിന്ന് പട്ടം അതോ നിൽക്കുന്നുണ്ട്. കുറച്ച് നൂല് വേണമെങ്കിൽ ഇളക്ക്, കുറച്ച് വിട്, കുറച്ച് ഇതാ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കണം. എന്നിട്ട് പട്ടം താരുമ്പോൾ കുറച്ച് പിടിക്കണം. വീണ്ടും ഇതുപോലെ തന്നെ ആക്കിയാൽ നമ്മുടെ പട്ടം പെട്ടെന്ന് തന്നെ പറന്ന് നല്ല 1000 500 ഫീറ്റ് നല്ല ദൂരെ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു കിടിലൻ പട്ടം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ അടിപൊളി തന്നെയാണ്. നമ്മുടെ നൂല് ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം വിടല്ലേ, അവൻ പട്ടം പറത്തുനിന്ന് അവിടെ നൂല് അങ്ങ് എത്തി. പട്ടം അവിടെ പട്ടെന്തോ ഇവിടെ കാണാൻ കഴിയും, ഇവിടെ നിൽക്കുന്നുണ്ട്. അടിപൊളി തന്നെയാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ പറത്തിയത് അത് ഈ തെങ്ങിൻ്റെ ഇടയിൽ നൂലൊക്കെ കുരുങ്ങി അതവിടെ പൊട്ടി വീണു. എന്നാലും അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് പറക്കും. പേപ്പറിനെ പോലെ നല്ല പാടല്ല, എളുപ്പത്തിൽ തന്നെ ചെറിയൊരു കാറ്റടിച്ച് തന്നെ പെട്ടെന്ന് പൊങ്ങിപ്പോയി. ഇതുപോലെ ഒരു അനിയനും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ പറത്താൻ കഴിയും. അപ്പോൾ എന്തായാലും അടിപൊളി തന്നെയാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ 100% വർക്കിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇതേ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കിടിലം പുതിയ വെറൈറ്റി പട്ടത്തിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, പീസ്.